ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലും ആലപ്പുഴയിലും ഉണ്ടാക്കിയ മുന്നേറ്റം വെറുതെയല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബി.ജെ.പി. തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ വാർഡുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ യു.ഡി.എഫിന്റെ സീറ്റും ആലപ്പുഴയിൽ സി.പി.എമ്മിന്റെ സീറ്റും പിടിച്ചെടുത്താണ് ഇത്തവണ അവർ കരുത്ത് കാട്ടിയത്. സി.പി.എമ്മിന് മലപ്പുറം ജില്ലയിൽ നിന്നും വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. തൃശൂർ പാവറട്ടിയിലാണ് യു.ഡി.എഫ് സീറ്റ് പിടിച്ചെടുത്ത് ബി.ജെ.പി മുന്നേറ്റം നടത്തിയത്. ആലപ്പുഴ ചെറിയനാട് പഞ്ചായത്തിൽ സി.പി.എമ്മിനും ബി.ജെ.പിയുടെ മുൻപിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. തൃശൂർ പാവറട്ടിയിൽ വിജയിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നിലെത്തിയത് എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിയായിരുന്നു. പാവറട്ടിയിൽ ആകെ പോൾ ചെയ്തത് 947 വോട്ടിൽ 556 വോട്ട് ബി.ജെ.പി നേടി. എസ്.ഡി.പി.ഐ 265 വോട്ട് നേടി രണ്ടാം സ്ഥാനത്താണ്. 97 വോട്ട് ലഭിച്ച യു.ഡി.എഫ് മൂന്നാം സ്ഥാനത്തും 29 വോട്ട് നേടിയ എൽ.ഡി.എഫ് നാലാമതുമാണ്. പഞ്ചായത്തിൽ സ്വതന്ത്രനെ പ്രസിഡന്റാക്കി ഇടതുമുന്നണിയാണ് നിലവിൽ ഭരണം നടത്തുന്നത്. ആലപ്പുഴയിൽ ആകെ 3 പഞ്ചായത്ത് വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 2 സി.പി.എം സ്വന്തമാക്കിയപ്പോൾ 1 ബി.ജെ.പിയും നേടി. ചെറിയനാട് 4-ാം വാർഡിൽ സി.പി.എം അംഗം മരിച്ച ഒഴിവിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് സീറ്റ് ബി.ജെ.പി പിടിച്ചെടുത്തത്. മാന്നാറിലും രാമങ്കരി പഞ്ചായത്തിലും സി.പി.എം ജയം നേടി. എങ്കിലും ചെറിയനാട് ബി.ജെ.പിയുടെ ജയം പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല. മലപ്പുറത്ത് വലിയ തിരിച്ചടിയാണ് സി.പി.എമ്മിന് നേരിടേണ്ടി വന്നത്. വർഷങ്ങളായി സി.പി.എം ജയിക്കുന്ന 2 സീറ്റുകളാണ് പാർട്ടിക്ക് നഷ്ടമായത്. മുന്നിയൂർ പഞ്ചായത്തിൽ 6 പതിറ്റാണ്ടായി സി.പി.എം ജയിക്കുന്ന വാർഡിൽ യു.ഡി.എഫ് സ്വതന്ത്ര ഇക്കുറി വെന്നിക്കൊടി പാറിച്ചു. വട്ടംകുളം പഞ്ചായത്തിൽ യു.ഡി.എഫ് പിന്തുണയോടെ മത്സരിച്ച സി.പി.എം വിമതൻ വിജയിച്ചു. 4 പതിറ്റാണ്ടായി സി.പി.എം സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചു വന്നിരുന്നത്. കണ്ണൂരിൽ 3 സീറ്റുകളും എൽ.ഡി.എഫ് തന്നെ നിലനിർത്തി. ജില്ലയിൽ തലശ്ശേരി നഗരസഭയിലെ പെരിങ്കളം, പടിയൂർ കല്യാട് പഞ്ചായത്ത്, മണ്ണേരി, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്ത്, ആലക്കാട് വാർഡ് എന്നിവിടങ്ങളിലായിരുന്നു സി.പി.എം സ്ഥാനാർത്ഥികളുടെ വിജയം. ആകെ 3 സീറ്റുകളിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. എറണാകുളത്ത് 3-ൽ 2 സീറ്റുകൾ യു.ഡി.എഫ് തന്നെ നിലനിർത്തി. ശേഷിക്കുന്ന സീറ്റ് എൽ.ഡി.എഫ് ആണ് നേടിയത്. ചൂർണിക്കരയിലെ 9-ാം വാർഡിലും വാഴക്കുളം പഞ്ചായത്തിലുമാണ് യു.ഡി.എഫ് വിജയം. ചിറ്റാറ്റുകരയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റിലാണ് എൽ.ഡി.എഫ് ജയിച്ചത്. പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്ന 5ഇടത്ത് എൽ.ഡി.എഫിന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ യു.ഡി.എഫ് പിടിച്ചെടുത്തു. 3 സീറ്റുകൾ യു.ഡി.എഫ് നേടിയപ്പോൾ 2 എൽ.ഡി.എഫ് നിലനിർത്തി. തിരുവനന്തപുരത്ത് 6ഇടത്ത് സി.പി.എം സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. പത്തനംതിട്ടയിൽ എൽ.ഡി.എഫ് സിറ്റിംഗ് സീറ്റ് യു.ഡി.എഫ് പിടിച്ചെടുത്തു. ഏഴംകുളം പഞ്ചായത്തിലായിരുന്നു യു.ഡി.എഫ് വിജയം. തിരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു സീറ്റിലും യു.ഡി.എഫ് അംഗം തന്നെ വിജയിച്ചു. ചിറ്റാർ പഞ്ചായത്തിലായിരുന്നു യു.ഡി.എഫ് നേട്ടമുണ്ടാക്കിയത്.